Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി മട്ടൺ മസാല ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മമ്മിനൊരു റെസിപ്പി ചോദിച്ചാലോ? റെസിപ്പി ഇഷ്ടമായാൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. മട്ടൺ മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. മട്ടനാണിത്, 1/2 കിലോ ആണ്. ഇതിങ്ങനെ കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം മട്ടൺ വേവിച്ചെടുക്കണം. ഇതിനായിട്ട് മട്ടൺ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് മട്ടൺ വേവിനനുസരിച്ചിട്ട് വേവിച്ചു കൊടുക്കാം. ഒരു 90% വേവിച്ചെടുത്താൽ മതി, ഫുൾ വേവിക്കണ ആവശ്യമില്ല. മട്ടൺ വേവിച്ചതിന് ശേഷം ഇതിലുള്ള വെള്ളം കളയരുത്, അത് പിന്നെ യൂസ് ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, ഇത് സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്തത്, ആവശ്യത്തിന് മല്ലിയില, 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഏലക്ക 4 എണ്ണം, ഗ്രാമ്പു 4 എണ്ണം, പട്ട 2-3 കഷ്ണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നെയ്യ് ഒഴിക്കേണ്ട, എണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതോടൊപ്പം തന്നെ 1/4 കപ്പ് എണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായാൽ ഇതിലേക്ക് ഗരം മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൂ, ഏലക്ക, പട്ട, എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. 1-2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ ആവണ വരെ വഴറ്റിയെടുക്കണം. കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് ബ്രൗൺ ആക്കിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് വഴറ്റിയെടുക്കണം. ഇതാ സവാള നന്നായി ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആവണം സവാള. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു 10-20 സെക്കൻഡ് വരെ വഴറ്റിയെടുക്കാം, പച്ചമണം മാറണ വരെ. ശേഷം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ലോ ആക്കിയിട്ട് ഇതിലേക്ക് പൊടി മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം, മസാലകൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് 1 മിനിറ്റോളം വഴറ്റിയെടുക്കണം. അങ്ങനത്തെ മസാല എല്ലാം 1 മിനിറ്റിന് ശേഷം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതോടൊപ്പം തന്നെ തൈര് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മസാല എല്ലാം ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കണ വരെ വഴറ്റി കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വഴറ്റിയെടുക്കാൻ. അങ്ങനെ മസാല എല്ലാം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ഇറച്ചീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പാകമാക്കി കൊടുക്കണം. ഇനി വെള്ളം ഇങ്ങനെ തിളച്ചതിന് ശേഷം ഗ്യാസിൻ്റെ തീ ലോ ആക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ദമ്മിൽ വേവിച്ചെടുക്കണം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം മട്ടൺ മസാല റെഡിയാണ്. നല്ല മണം വരുന്നുണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. എണ്ണയൊക്കെ പുറത്ത് ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ കുറേ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മൾ മട്ടൺ മസാല റെഡിയാണ്. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണിത്. പൊറോട്ടൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം, പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.